രണ്ടാമതും എന്താ പറയുക രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ടീ പൗഡർ എടുത്തിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നോക്കട്ടെ ഇവിടെ ചേട്ടൻ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അവരെന്താ പറയുന്നത് നോക്കാം. സാമ്പിൾ കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കാം. അവരെ നമ്പർ തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇന്ന് ആ ചേട്ടൻ ലീവാ പോലും, ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അടുത്ത രണ്ടാമതും എന്താ പറയണ്ടേ, ഇനി വിളിച്ച് ചോദിച്ചിട്ട് വരാമെന്നുള്ളതിലാണ് പറഞ്ഞത്. അങ്ങനെ എന്നോട് വിളിക്കാൻ പറഞ്ഞു, ചേട്ടൻ്റെ വൈഫാന്ന് തോന്നും, എന്നോട് വിളിക്കാൻ പറഞ്ഞു. നോക്കട്ടെ. അപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. എത്രത്തോളം ട്രൈ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റിജക്ഷൻ വരുന്ന വരെ നമ്മൾ ട്രൈ ചെയ്യണം. അല്ലാണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പിന്മാറിയിട്ട് കാര്യമില്ല. അതെനിക്ക് അറിയാം. കാരണം ഇതിൽ കുറച്ചായി ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് വേറെ എടുത്തിട്ട് അവർക്കത് സ്റ്റാർട്ടിങ് ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ തന്നെ വേറെ ചായപ്പൊടിയും കൂടിയുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കട്ടെ. അത് തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും പോയി നോക്കാം. തുറന്നിട്ടുണ്ട്. അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല. നല്ല വെയിലുണ്ട് കേട്ടോ. നടന്നിട്ടില്ല. അവിടെ ഓൾറെഡി വേറൊരു സാധനം എടുക്കുന്നുണ്ട് പോലും. അവിടുന്ന് റിജക്ഷൻ കിട്ടി. അവർക്ക് വേണ്ട പോലും. അവർക്ക് ഓൾറെഡി എല്ലാ മാസവും ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നതാണ് പോലും. അതന്നെ മതി എന്ന് പറഞ്ഞു. അവർ ടെസ്റ്റ് ചെയ്യാൻ പോലും നിന്നിട്ടില്ല. അതാണ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയാലല്ലേ നമുക്ക് നമ്മളെ ക്വാളിറ്റി എന്താണെന്നുള്ള ആ ഒരു സ്പേസ് പോലും തന്നിട്ടില്ല. സാരമില്ല, ഇങ്ങോട്ട്